ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितंश्च ये कृष्णा करुणा सिंधु दीनबंधु जगत्पति गोपेश गोपिका कांद राधा कांदा नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी ऋषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो विष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणि प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरि ओम तत्सत। हरे कृष्ण। എല്ലാവർക്കും ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് അധ്യായം 3 കർമ്മയോഗ 6ാമത്തെ ശ്ലോകം മുതൽ. കർമ്മേന്ദ്രിയാണി സംയമ്യ യാസതേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരാ സ ഉച്യതേ. कर्मेन्द्रियाणि संयम्य यासते मनसा स्मरन् इंद्रियार्थान् विमूढात्मा मिथ्याचारा स उच्यते. शरण्य माता जी। हरे कृष्ण। कर्मेन्द्रियाणि संयम्य ययास्ते मनसा स्मरन् इन्द्रियार्थान् विमूढात्मा मिथ्याचार स उच्यते. അതിന്റെ വിവർത്തനം സിനി മാതാജി എന്ന് വായിക്കും. ഹരേ കൃഷ്ണ. കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാലും വിഷയങ്ങളിൽ മനസ്സിനെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നവൻ സ്വയം ഭ്രമിക്കുകയാണ്. കപടനാട്യക്കാരൻ എന്നാണ് അയാളെ പറയേണ്ടത്. So one who restrains the senses of action but whose mind dwells on sense objects certainly deludes himself and is called a printer. ഭഗവാൻ പറയുന്ന അതായത് പ്രിറ്റൻഡർ ആരാണ്? പ്രിറ്റൻഡർ ആരാണ്? ശരിക്ക് ഭക്തിയുത സേവനം ചെയ്യുന്ന ആരാണ് ഇത് പ്രിറ്റൻഡ് ചെയ്യുന്നത്? അതായത് നമ്മൾ സേവനം അനുഷ്ഠിക്കുന്നു, അതായത് നമ്മുടെ എക്സ്റ്റേണലായിട്ട് നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു ഭക്തനാണ്, പക്ഷെ ഉള്ളില് അതൊന്നും ശരിക്ക് ചെയ്യുന്നില്ല. എക്സ്റ്റേണലി നല്ല തിലകിട്ടു, കണ്ടിമാല വെച്ചു, ഇങ്ങനെ കൊടുത്തിട്ടു, പഞ്ചകച്ചിട്ടു, ഓ നല്ലൊരു ഭക്തനാട്ടോ, എപ്പോഴും വരുന്നുണ്ട്. പക്ഷെ മനസ്സെപ്പോഴും എന്താണ്? നമ്മളുടെ ഭൗതിക തലത്തിലെ ചിന്തകൾ മുഴുകിയിരിക്കും. അതാണ് ഭഗവാൻ പറയുന്നത്. അത് നമ്മൾ ആർട്ടിഫിഷ്യലി നമ്മളുടെ ഇന്ദ്രിയങ്ങളെ എത്ര നമ്മളുടെ കൈവശം നമ്മളുടെ അധീനത്തിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചാലും ശരി, മനസ്സ് ആ ഇന്ദ്രിയ വിഷയങ്ങളിൽ ഏർപ്പെട്ടാൽ അതെന്താണ്? നമ്മൾ ചതിയാണ് ചെയ്യുന്നത്, നമ്മളോട് തന്നെ ചതിയാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ നമ്മൾ എക്സ്റ്റേണൽ മാത്രം ആക്ട് ചെയ്യാണ് ചെയ്യുന്നത്, ഒരു നാടകം കളിക്കുകയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ഭൗതിക ഇച്ഛകൾ എത്രയോ ഉണ്ട്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അമ്പലത്തിൽ പൂജാരികൾ ഓക്കെ അവിടെ അർച്ചന ചെയ്യുന്നുണ്ട്, അവർ ആരതി ചെയ്യുന്നുണ്ട്. വന്നിരിക്കുന്ന ഭക്തന്മാരുടെ കയ്യിൽ എത്ര രൂപയുടെ നോട്ടാണ്? 100 രൂപയുടെ നോട്ടാണോ 500 രൂപയുടെ നോട്ടാണോ എന്നാണ് ഇവിടെ ചിന്ത. മനസ്സവിടെയാണ്, അവിടെ അങ്ങനെ ആരതി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മനസ്സെവിടെ അല്ലെങ്കിൽ കണ്ണെവിടെയാണ്? അവിടെ മുമ്പിലിരിക്കുന്ന ഭക്തന്മാരുടെ കയ്യിൽ 100 രൂപയുടെ നോട്ടാണോ 500 രൂപയുടെ? അപ്പോൾ അവർക്കത് വർഷിപ്പിക്കാൻ ശരിക്കും പറ്റുമോ? അവിടെ ആ ആക്ടിവിറ്റി, ആ റിച്വൽ, ആ പൂജ ശരിക്കും നടക്കുന്നില്ല, വെറും അഭിനയം മാത്രം. കാരണം മനസ്സ് വേറെ സ്ഥലത്താണ് അല്ലേ? അപ്പം അത് കപടത്തരാണ് കാണിക്കുന്നത്. അതേപോലെ നമ്മൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് എസ്പെഷ്യലി ബാക്ക് ബെഞ്ചിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ ഓക്കെ, ഇപ്പോൾ മാത്സോ ഫിസിക്സോ അങ്ങനെ വല്ല ബോർഡിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ മാഷ് പഠിപ്പിക്കുമ്പോൾ
കുട്ടികൾ ഇപ്പോൾ പുറത്ത് പലരും ക്രിക്കറ്റ് കളിക്കുക വിചാരിക്കുക, ഫിസിക്കലി അവിടെ പ്രസന്റ് ആണെങ്കിലും നോക്കുന്ന അവിടെ ആരാണ് ബാറ്റ് ചെയ്യുന്നത്, ആരാണ് ബോൾ ചെയ്യുന്നത്, എത്ര സ്കോർ നടക്കുന്നു, അതൊക്കെയാണ് അവിടെയാണ്. ഇവിടെ മാത്സ് മാഷോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ ഫിസിക്സോ എന്തെങ്കിലും പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ ശ്രദ്ധ വെക്കില്ല. ഫിസിക്കലി പ്രസന്റ് ആണ്, പക്ഷെ മനസ്സ് വേറെ. അതേപോലെ നമ്മളുടെ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ജബർദസ്തി ഫോഴ്സ്ഫുള്ളി നമ്മൾ അതിനെതിരെ കൊടുത്താലും ശരി, മനസ്സാണ് മെയിൻ ആയിട്ടുള്ള കൾപ്രേറ്റ്. മനസ്സാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എനിമി. ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മവൈഹി ആത്മനോ ബന്ധുർ ആത്മൈവ രിപുരാത്മൻ. ഓക്കെ, ഉദ്ധരേത് ആത്മനാത്മാനം, അതായത് നമ്മളെ എലിവേറ്റ് ചെയ്യണം, ഡെലിവറി ചെയ്യണം. ഓക്കെ, ഉദ്ധരിക്കണം. ആത്മനാത്മാനം, ആത്മാ എന്നുള്ള വാക്ക് ഇന്ന് കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവഹി ആത്മനോ ബന്ധുർ ആത്മൈവ രിപുരാത്മന. എത്ര പ്രാവശ്യം വന്നു? 6-7 പ്രാവശ്യം വന്നു ആത്മ. അപ്പൊ ഈ ആത്മാ എന്നുള്ള വാക്ക് കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട് അതിന്റെ അർത്ഥം മാറും. ആത്മാ എന്ന് പറഞ്ഞാൽ ബോഡി, മൈൻഡ് ആൻഡ് സോൾ, ഇതിന് മൂന്നെണ്ണത്തിനും റിഫർ ചെയ്യും. വെറും സോളിനെ മാത്രമല്ല, മെയിനായിട്ട് സോളിനാണ് റിഫർ ചെയ്യുന്നതെങ്കിലും ചില സമയത്ത് കോണ്ടെക്ച്വലി അത് നമ്മുടെ ശരീരത്തിനെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ. അപ്പൊ നമ്മുടെ മനസ്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ആത്മാവിനെ, സോളിനെ ഉദ്ധരിക്കണം. ഓക്കെ, കാരണം ഈ സോള് അതൊരു ഡോർമെന്റ് സ്റ്റേജിലാണ്. ഇപ്പോൾ അത് ആവരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭൗതിക 2 ശരീരങ്ങളുണ്ട്. 2 ശരീരം ആവരണപ്പെട്ടിരിക്കുന്നത്. അതാണ് 2 ശരീരം. വോയിസ് ക്ലിയർ അല്ല പ്രഭുജി. എനിക്ക് ഇവിടുത്തെ പ്രശ്നമാണോ? എല്ലാവർക്കും ഉണ്ടോ? എനിക്ക് വോയിസ് ക്ലിയർ ആവുന്നില്ല പ്രഭുജി. എല്ലാവർക്കും ഉണ്ടോ അതോ ഇവിടെ മാത്രമാണോ? അതായത് ഞങ്ങളുടെ ചോദ്യം, നമ്മുടെ ആത്മാവ് 2 ശരീരം കൊണ്ട് ആവരണപ്പെട്ടിരിക്കുന്നു. എന്താണ് 2 ശരീരം എന്നാണ് ചോദിക്കുന്നത്. സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം പ്രഭുജി. ശരീരം, സ്ഥൂല ശരീരം അല്ലെ? ആ ആത്മാവ് ശരിക്കുള്ള സച്ചിദാനന്ദ, അതിന്റെ ഒറിജിനൽ ഫോമിൽ എന്താ? ഒറിജിനൽ പിന്നെ ക്ലിയർ അല്ല പ്രഭുജി, വോയിസ് ക്ലിയർ അല്ല. ഓക്കെ, എല്ലാവരും ക്യാമറ നോക്കി. ക്യാമറ നോക്കിയതുള്ളൂ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? ബെറ്റർ ആയിട്ടുണ്ട്, അപ്പോഴത്തേക്കാട്ടിലും ബെറ്റർ. കുറച്ച് നോക്കാം എന്തായാലും. അപ്പൊ നമ്മുടെ ആത്മാവിനെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് ഉപയോഗിക്കണം. അപ്പൊ മനസ്സ് വേണ്ട വിധത്തിൽ ആത്മാവിനെ ഉദ്ധരിക്കാൻ ശ്രമിച്ചാൽ അത് അതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് എത്തും അല്ലെ? അല്ലാതെ നമ്മളുടെ മനസ്സ്, അപ്പൊ അത് നമ്മളുടെ കൂട്ടുകാരനാവും, ബന്ധു, നമ്മുടെ കൂട്ടുകാരനാവും. അല്ലെങ്കിൽ ആ മനസ്സെന്നെ നമ്മളുടെ ആത്മാവിനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. എങ്ങനെ ഡീഗ്രേഡ് ചെയ്യാം? അതായത് നമ്മളുടെ ഇന്ദ്രിയ വിഷയങ്ങളിൽ ഏർപ്പെട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് അതിൻ്റെ റിയൽ ആക്ച്വൽ സ്റ്റാറ്റസ് കോ അല്ലെങ്കിൽ ആ സ്റ്റാറ്റസിൽ വരാൻ പറ്റില്ല. അപ്പൊ അത് അധപ്പതിക്കും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ മനസ്സാണ് കൾപ്രേറ്റ്, മനസ്സാണ് ശരിക്കുള്ള കൾപ്രേറ്റ്. ആ മനസ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആത്മാവിനെ ഉദ്ധരിക്കണം. അതിനെ അധമത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല, ആ അധമമായിട്ടുള്ള തലത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. എന്നാൽ മാത്രം അതിനെ നമ്മൾ സെൻസസിനെ റിസ്ട്രിക്ട് ചെയ്തൊരു കാര്യമില്ല, അതിനെ സപ്രസ് ചെയ്തൊരു കാര്യമില്ല. സെൻസസ് എപ്പോഴും സെൻസ് ഒബ്ജക്ട്സിൽ നമുക്കറിയാം
5 ഇന്ദ്രിയങ്ങളാണ്. അതിൻ്റെതായിട്ടുള്ള 5 കറസ്പോണ്ടിങ് സെൻസ് ഒബ്ജക്ട്സ് ഉണ്ട് അല്ലേ? 5 ഇന്ദ്രിയങ്ങളും 5 കറസ്പോണ്ടിങ് സെൻസ് ഒബ്ജക്ട്സ് ഉണ്ട്. അപ്പൊ ഈ ഇന്ദ്രിയങ്ങളെല്ലാം അതിൻ്റെതായിട്ടുള്ള റെസ്പെക്റ്റീവ് സെൻസ് ഒബ്ജക്ട്സിൽ കോൺടംപ്ലേറ്റ് ചെയ്യും, ധ്യാനിക്കും. അപ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പോ നമ്മൾ വെറുതെ സെൻസസിനെ കൺട്രോൾ ചെയ്താൽ പോരാ, റെസ്ട്രിക്ട് ചെയ്താൽ പോരാ, അല്ലെങ്കിൽ റിസ്ട്രെയിൻ ചെയ്താൽ പോരാ. നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ ഹയർ ടേസ്റ്റില് അതിനെ എൻഗേജ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ശരിക്കും ആ ഒരു ഭക്തിയുടെ തലത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യലി അതിനെ കൺട്രോൾ ചെയ്തിട്ട് കാര്യമില്ല. കുറച്ച് കാലമൊക്കെ നടക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും ഒരു അവസരം വരുമ്പോൾ വീണ്ടും ആ സെൻസസ് ഇന്ദ്രിയ വിഷയങ്ങളിൽ ഏർപ്പെട്ട് നമ്മൾ വീണ്ടും അധമത്തിലേക്ക് പോകും. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പൊ അതൊരു വെറും പ്രിട്ടൻഷൻ മാത്രമായിരിക്കും, പ്രിട്ടൻഡ് ചെയ്യായിരിക്കും. അങ്ങനെ ആവാൻ പാടില്ല എന്ന് പറയുന്നത്. മൈൻഡ്, നമ്മുടെ മനസ്സ് സെൻസ് ഒബ്ജക്റ്റില് ധ്യാനിക്കാൻ പാടില്ല. അതേ മനസ്സ് നമ്മളുടെ ഭക്തിയുത സേവനത്തില് എൻഗേജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ അപകടത്തിൽ നിന്ന് നമ്മൾക്ക് മുക്തരാവാൻ പറ്റും എന്നാണ് പറയുന്നത്. So there are many pretenders who refuse to work in Krishna consciousness but make a show of meditation while actually dwelling within the mind upon sense enjoyment. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? ഉവ്വ് പ്രഭുജി, കേൾക്കാം. ബെറ്റർ. അപ്പൊ കുറെ ആൾക്കാരുണ്ട് നമ്മളെ ഭക്തിയുത സേവനം ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ എങ്കിലും എന്താണ്, എല്ലാവരും റിച്വലിസ്റ്റിക് ആണ്, സ്പിരിച്വലിസ്റ്റിക് അല്ല. അതായത് എന്നാൽ റിച്വലിസ്റ്റിക് പറഞ്ഞാൽ വഴിപാട്. നമ്മുടെ മനസ്സ് അവിടെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പൂജാരി പൂജ ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതും അവിടെ നമ്മൾ ഫിസിക്കലി പ്രസന്റ് ആണ് ഒരു വഴിപാടിന് വേണ്ടി. പക്ഷെ നമ്മുടെ മനസ്സ് അവിടെ ഇല്ല. ഈവൻ നമ്മൾ ഡെയിലി നാമം ജപിക്കുന്നുണ്ട് അല്ലെ? നാമം ജപിക്കുന്ന സമയത്തും നമ്മുടെ മനസ്സ് എവിടെയെല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്ലാൻ ചെയ്യാണ്, വരാൻ പോകുന്ന കാര്യത്തെ പറ്റി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, കഴിഞ്ഞ കാര്യത്തിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നു. ഇവിടെ നാമം നന്നായിട്ട് നടക്കുന്നുണ്ട്, പക്ഷെ മനസ്സ് അവിടെ ഇല്ല അല്ലേ? അപ്പോൾ അതെല്ലാം ഒരു പ്രിട്ടൻഷനാണ്. അത് ശരിക്കുള്ള ചാൻഡിങ് അല്ല. പക്ഷെ ചാൻഡിങ് ഭഗവാന്റെ നാമമായതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഗുണം തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന ആ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലിപ് സർവീസ് മാത്രം പോരാ, നമ്മുടെ മനസ്സും അവിടെ ഉണ്ടായിരിക്കണം. നമ്മുടെ ലിപ്സ് മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ, നാമങ്ങൾ ജപിക്കുന്നുള്ളൂ, പക്ഷെ മനസ്സ് അവിടെ ഇല്ല. അപ്പൊ 16 മാല ജപിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒന്ന് നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ അറ്റൻറ്റീവ് ആയിരുന്നില്ല ചാൻഡിങ്ങിൽ എന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് റിസ്ട്രിക്ട് ചെയ്താൽ പോരാ. അതിനെ നമ്മൾ ഹയർ ടേസ്റ്റില്, അതായത് ഹയർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഭഗവാൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഭഗവാന്റെ ഗുണരൂപ നാമ ലീല എന്നീ കാര്യങ്ങൾ എപ്പോഴും എൻഗേജ് ചെയ്തിരിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ പാട്ടിൽ വിട്ടാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. എസ്പെഷ്യലി ഭക്തിയുത സേവനം എന്ന് പറഞ്ഞാൽ ഭക്തി മാത്രമല്ല, ഈവൻ മെറ്റീരിയൽ ആൾസോ. ഓക്കെ, മെറ്റീരിയൽ ആൾസോ നമ്മുടെ മുമ്പിൽ ഒരാൾ നിൽക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സ് വേറെ എവിടെയാണ് എങ്കിൽ ആ ആളവിടെ മുമ്പിൽ നിൽക്കേണ്ടത് അതും കൂടി കാണില്ല. അപ്പൊ അത്രയും ഓക്യുപ്പൈഡ് ആണ് നമ്മുടെ മനസ്സ് ആ ഇന്ദ്രിയ വിഷയങ്ങളിൽ. അപ്പൊ നമ്മൾ എന്തൊരു ആക്ടിവിറ്റി ചെയ്യുന്നു അതിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ മാത്രം പോരാ, അതിൻ്റെ മനസ്സും അവിടെ എൻഗേജ് ചെയ്യണം. ആ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ആണ്, പക്ഷെ മനസ്സ് വേറെ എവിടെയെങ്കിൽ ആ ആക്ടിവിറ്റി നന്നായി നടക്കില്ല. എസ്പെഷ്യലി നമ്മൾ ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ, ഡേറ്റി വർഷിപ്പ് ചെയ്യുമ്പോൾ, ചാൻറ്റ് ചെയ്യുമ്പോൾ, സേവനം ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സും കൂടി അവിടെ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അത് റിച്വലായിട്ട് ആവും. നമ്മുടെ മനസ്സും ഇന്ദ്രിയങ്ങളും ഒരേപോലെ അതിനെ ഫോക്കസ് ചെയ്യുമ്പോഴാണ് അത് സ്പിരിച്വലായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ റിച്വൽ പറഞ്ഞാൽ ജസ്റ്റ് വഴിപാട് തന്നെ അത്. So such pretenders may also speak on dry philosophy in order to bluff sophisticated followers. But according to this verse, these are the greatest cheaters. അപ്പോൾ അങ്ങനത്തെ ആൾക്കാര് എക്സ്റ്റേണലി ഭക്തന്മാരായിട്ട് നടിക്കുന്ന ആൾക്കാര് അവർ ചീറ്റേഴ്സാണ്, അവർ വഞ്ചകന്മാരാണ്. കാരണം അവർ ശരിക്കും അത് ഫോളോ ചെയ്യുന്നില്ല.
ഒരു സൂപ്പർഫിഷ്യലി അവർ സംസാരിക്കുന്നല്ലാണ്ട് അവർ അത് പ്രാവർത്തികമാക്കുന്നില്ല അവരുടെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് അങ്ങനത്തെ ആൾക്കാരെ ചീറ്റേഴ്സ് എന്ന് പറയും. ഫോർ സെൻസ് എൻജോയ്മെന്റ് one can act in any capacity of the social order, but if one follows the rules and regulations of his particular status, he can make gradual progress in purifying his existence. അപ്പൊ നമ്മുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏത് വിധത്തിലേക്കും ചെന്നിറങ്ങി എങ്ങനെയെങ്കിലും നമ്മൾ അതിനെ സബലീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും. പക്ഷെ നമ്മൾക്ക് ഒരു പെർട്ടിക്കുലർ ഫീൽഡിൽ, അത് ഭൗതിക തലത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ആധ്യാത്മിക തലത്തിലായിക്കോട്ടെ, നമുക്ക് പ്രോഗ്രസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ വഴി കൂടെ സഞ്ചരിക്കണം. അപ്പോൾ സ്ലോ ആൻഡ് ഗ്രാജ്വൽ പ്രോഗ്രസ് നടക്കും. അങ്ങനെ നമ്മളുടെ ഹൃദയത്തിലെ കൽമശങ്ങളെല്ലാം ശുദ്ധീകരിക്കപ്പെടും ചെയ്യും. ബട്ട് ഹി ഹു മേക്സ് എ ഷോ ഓഫ് ബീങ് എ യോഗി while actually searching for the objects of sense gratification must be called the greatest cheater, even though he sometimes speaks of philosophy. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ആൾക്കാരെ മനസ്സിലാക്കണം. ശരിക്കുള്ള നല്ലൊരു ഭക്തനാണോ അതോ ഒരു കപടമായിട്ടുള്ള ആ തരത്തിലുള്ള ഭക്തന്മാരാണോ, ഒരു എക്സ്റ്റേണലി അവർ ഭക്തനായിട്ട് അഭിനയിക്കുകയാണോ, അത് ശരിക്കും അവർ ഭക്തനാണോ എന്ന് മനസ്സിലാക്കാം. അത് ഉടനെ ചില സമയത്ത് ഇമ്മീഡിയറ്റ്ലി മനസ്സിലാക്കാൻ പറ്റും, ചില സമയത്ത് ദിവസങ്ങൾ പിടിക്കും അവർ ചീറ്റേഴ്സ് ആണോ എന്ന് മനസ്സിലാക്കാം. സോ ഹിസ് നോളേജ് ഹാസ് നോ വാല്യൂ because the effects of such a sinful man's knowledge are taken away by the illusory energy of Lord. നമ്മൾ പല സമയത്തും കണ്ടിട്ട് പല ആൾക്കാരും സ്പിരിച്വൽ സെർമൺ, അതായത് നമ്മൾ ഭഗവത്ഗീത ഭാഗവതം ക്ലാസ് കൊടുക്കും. ഓക്കെ, അതിൽ നമ്മൾ പല കാര്യങ്ങളും പറയും, പക്ഷെ അതൊന്നും ഈ സംസാരിക്കുന്ന ആള് പ്രാക്ടീസ് ചെയ്യുന്നില്ല. എന്താ കാര്യം? നമ്മൾ 4 നിയമങ്ങളെയൊക്കെ പറയും. ഓക്കെ, ഫോർ റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ്. വലിയ കാലത്ത് വലിയ ലെക്ചർ കൊടുക്കും, പക്ഷേ ഇതെല്ലാം ക്ലാസ് കഴിഞ്ഞാൽ അവർ ചെന്നിട്ട് സിഗരറ്റ് വലിക്കും അല്ലെങ്കിൽ മദ്യം കഴിക്കും. അപ്പോൾ ഈ അങ്ങനെ ലെക്ചർ കൊടുത്തിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അപ്പോൾ ഇതെല്ലാം എന്താണ്? കപടമാണ്, ഇതെല്ലാം പ്രിറ്റൻഷനാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ആൾക്കാരെ ചീറ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ പറയുന്നത് അത് പ്രവർത്തിക്കണം. ആചാർ പ്രചാർ, എന്താണോ നമ്മൾ ആചരിക്കുന്നത് അതേ നമുക്ക് പ്രചരിപ്പിക്കാൻ പറ്റൂ. അല്ലാണ്ട് അതിന് യാതൊരു വാല്യൂ ഉണ്ടാവില്ല. നമ്മൾ ആചരിക്കാത്തൊരു കാര്യം നമ്മൾക്ക് പ്രചരിപ്പിക്കാൻ പറ്റില്ല. കുറച്ച് ആൾക്കാരൊക്കെ നമ്മൾ വിഡ്ഢികളാക്കാൻ പറ്റും. ഓക്കെ, കുറച്ച് ദിവസത്തിന്, പിന്നെ അധികം ദിവസം അത് നീളില്ല. കാരണം നമ്മളുടെ വാക്കിന് എന്തെങ്കിലും വില വേണമെന്നുണ്ടെങ്കിൽ, അതിന് എന്തെങ്കിലും എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ആചരിച്ച് കാണിക്കും. നമ്മൾ ആചരിക്കാതെ അത് പ്രചാരത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നല്ലൊരു ഡിവോട്ടി ആവുക, ആദ്യം നല്ല ഭക്തന്മാരാവുക. എന്നിട്ട് നമുക്ക് മറ്റുള്ളവർ പറയുമ്പോൾ അതിന് തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ആ ഒരു എംഫറ്റിക്കലി നമുക്ക് പറയാൻ പറ്റും, അത്രയും സ്ട്രോങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, നമുക്ക് അത് കൺവേ ചെയ്യാൻ പറ്റും. അത് മാത്രമേ ട്രാൻസ്ഫോം ചെയ്യുള്ളൂ. ഒരു ഭക്തൻ പറയുമ്പോൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ പരിവർത്തനം വരുത്താൻ പറ്റും. അല്ലാതെ വെറും നാടകം കളിക്കുന്ന ഒരാൾക്ക്, അതായത് വെറും പ്രചാരം മാത്രമേ ഉള്ളൂ, ആചാരമില്ലാത്ത ഒരാള് എന്ത് തന്നെ ഫിലോസഫി, എന്ത് തന്നെ സിദ്ധാന്തം പറഞ്ഞാലും ശരി, അത് മറ്റുള്ളവരുടെ ഹൃദയത്തിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റില്ല, പരിവർത്തനം ചെയ്യാൻ പറ്റില്ല. കുറച്ചൊക്കെ ദിവസം നമുക്ക് മറ്റുള്ളവരെ വിഡ്ഢികളാക്കാൻ പറ്റും, പക്ഷെ അതുകൊണ്ട് യാതൊരു കാര്യമില്ല. സോ ഹിസ് നോളേജ് ഹാസ് നോ വാല്യൂ because the effects of such a sinful man's knowledge are taken away by the illusory energy of the Lord. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുടെ, കപടന്മാരുടെ അവരുടെ ജ്ഞാനമെല്ലാം അപഹരിച്ചു. അതായത് മായയാ പ്രഹൃതജ്ഞാനം, മായയാൽ അപഹരിക്കപ്പെട്ട അതാണ് അവരുടെ ജ്ഞാനം എന്നാണ് പറയുന്നത്. Such a pretender's mind is always impure. അവരുടെ മനസ്സ് എന്താണ്? മലം. ബാക്കി ഭക്തന്മാരുടെ മനസ്സ് അമലം, അല്ലേ? മലമില്ലാത്തത്. And therefore his show of yogic meditation has no value whatsoever. അപ്പോൾ വലിയ യോഗികളായിട്ടൊക്കെ അവർ അഭിനയിക്കും, പക്ഷെ അതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. അവർക്കും ഗുണമില്ല. അവരെ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അവർക്കും അത് ഗുണപ്രദമാവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ചുരുക്കത്തില് നമ്മൾ പ്രിറ്റൻഡർ ആവാൻ പാടില്ല, ഇമ്പോസ്റ്റർ ആവാൻ പാടില്ല. നമ്മൾ എന്താണോ ആചരിക്കുന്നത് അത് മാത്രമേ നമുക്ക് പ്രചരിപ്പിക്കാനുള്ള ആ കഴിവുണ്ടാവുള്ളൂ. മറ്റതെല്ലാം
സൂപ്പർഫിഷ്യലായിട്ട് നമ്മളുടെ നെയിം ഫെയിം അതായത് പേരും പ്രശസ്തിക്കും വേണ്ടിയിട്ട് നമ്മൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്കും ഉപകാരമില്ല, മറ്റുള്ളവർക്കും ഉപകാരമില്ല. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങളെ വെറും റിസ്ട്രിക്ട് ചെയ്താൽ പോരാ, മനസ്സിനെ നമ്മൾ ഹയർ ടേസ്റ്റിൽ എൻഗേജ് ചെയ്താൽ മാത്രമേ നമ്മളുടെ ഭക്തി മാർഗത്തിൽ നമുക്ക് സ്ലോ ആൻഡ് ഗ്രാജുവൽ പ്രോഗ്രഷൻ ഉണ്ടാവുള്ളൂ എന്നാണ് ഭഗവാൻ ചുരുക്കത്തിൽ അർജുനോട് പറഞ്ഞു കൊടുക്കുന്നത്. എന്തെങ്കിലും കമന്റ്സ് ഓർ ക്വസ്റ്റ്യൻസ്? പ്രഭു. ഓക്കെ, സോ അടുത്ത ശ്ലോകത്തിൽ പോകാം. 7. യസ്ത്വന്ദ്രിയാണി മനസാ നിയമ്യാരഭതേ അർജുന കർമ്മേന്ദ്രിയാ കർമ്മയോഗം അസക്താ സ വിശിഷ്യത്തെ. യസ്തു ഇന്ദ്രിയാണി മനസാ നിയമ്യാരഭതേ അർജുന കർമ്മേന്ദ്രിയേ കർമ്മയോഗം അസക്താ സ വിശിഷ്യത്തെ. ഓക്കെ, രാധിക മാതാജി വായിക്കും. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 ശ്ലോകം 7. യസ്തേന്ദ്രിയാണി മനസാ നിയമ്യാരഭതേർജുന കർമ്മേന്ദ്രിയേ കർമ്മയോഗാ അസക്താ സ വിശിഷ്യതേ. ശ്രീദേവി മാതാജി വിവർത്തനം വായിക്കും. ഹരേ കൃഷ്ണ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ആത്മാർത്ഥതയുള്ള ഒരാൾ പ്രവർത്തനനിരതമായ ഇന്ദ്രിയങ്ങളെ മനസ്സിനാൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആസക്തി കൂടാതെ കൃഷ്ണാവബോധപരമായ കർമ്മങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ അയാളാണ് അത്യുത്തമൻ. അപ്പോ ഭഗവാൻ പറയുന്നത്, ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് എ സിൻസിയർ പേഴ്സൺ ട്രൈസ് ടു കൺട്രോൾ ദ ആക്റ്റീവ് സെൻസസ് ബൈ ദ മൈൻഡ് ആൻഡ് ബിഗിൻസ് കർമ്മയോഗ ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് വിതൗട്ട് അറ്റാച്ച്മെന്റ് ഈസ് ബൈ ഫാർ സുപ്പീരിയർ. അപ്പൊ നമുക്കറിയാം, ഓക്കെ, സെൻസസ് ഉണ്ട്, സെൻസ് ഒബ്ജക്ട്സ് ഉണ്ട്, അല്ലെ? അതിന്റെ മീതെ മൈൻഡാണ്, അതിന്റെ മീതെ ഇന്റലിജൻസ് ആണ്, അതിന്റെ മീതെയാണ് എന്ത് ആത്മാവ്, അല്ലെ? അങ്ങനെയുണ്ട് ഹൈറാർക്കി. അപ്പോൾ ആദ്യം ജഡവസ്തുക്കൾ, 5 ഗ്രോസ് എലിമെന്റ്സ്, അതിനുശേഷം സെൻസസ്, സെൻസ് ഒബ്ജക്ട്സ്, മൈൻഡ്, ഇന്റലിജൻസ്, സോൾ. അപ്പോൾ ഇവിടെ if a sincere person tries to control the active senses by the mind, അപ്പോൾ സെൻസസിനെ നമ്മൾ എന്തുകൊണ്ട് കൺട്രോൾ ചെയ്യണം? മനസ്സുകൊണ്ട്. നമ്മുടെ സെൻസസിനെ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ. ഇപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് എന്താ പ്രശ്നം? എന്തിനാ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്? കാരണം ഇന്ദ്രിയങ്ങള് എവിടെയാണ് ധ്യാനിക്കുന്നത്? ഇന്ദ്രിയ വിഷയങ്ങൾ. അപ്പൊ കണ്ണ്, ഓക്കെ, അത് എന്താണ്? സെൻസ് ആണ്, സെൻസ് ഒബ്ജക്റ്റ് ആണ് രൂപം, ഫോം. കണ്ണിന്റെ സെൻസ് ഒബ്ജക്റ്റ് എന്താണ്? രൂപം അല്ലെങ്കിൽ ഫോം. അപ്പോൾ കണ്ണ് തിരഞ്ഞെടുക്കുന്ന നല്ല നല്ല രൂപങ്ങൾ അതിൽ ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ്. ചെവി, അതാണ് ഇന്ദ്രിയം. അപ്പോൾ ഇന്ദ്രിയ വിഷയം അല്ലെങ്കിൽ സെൻസ് ഒബ്ജക്റ്റ് ആണ് എന്തെങ്കിലും മധുരമായിട്ടുള്ള മ്യൂസിക് കേൾക്കണം, പാട്ടുകൾ കേൾക്കണം, അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച്. ആ ഇഷ്ടം എങ്ങനെയായിരിക്കും? തമോ ഗുണം, രജോ ഗുണം, സത്വഗുണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഇഷ്ടങ്ങളായിരിക്കും. ഇപ്പൊ തമോ ഗുണത്തിലുള്ള ഒരു വ്യക്തിക്ക് എന്ത് കേൾക്കാനാണ് ഇഷ്ടം? അടിപൊളി പാട്ട്, അല്ലേ? സത്വഗുണത്തിലുള്ള വ്യക്തിക്ക് എന്ത് പാട്ട് കേൾക്കാനാണ്? ക്ലാസിക്കൽ, ഡിവോഷണൽ ആയിട്ടുള്ള പാട്ട്. അപ്പോൾ നമ്മൾ ഏത് ഗുണത്തിലാണോ നിൽക്കുന്നത് അതനുസരിച്ചിട്ട് നമ്മുടെ ടേസ്റ്റ് മാറും. അപ്പോൾ ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഇന്ദ്രിയ വിഷയങ്ങൾ അല്ലെങ്കിൽ സെൻസ് ഒബ്ജക്ട്സ് ഉണ്ട്. അപ്പൊ ഈ ഇന്ദ്രിയങ്ങള് മെറ്റീരിയൽ സെൻസ് ഒബ്ജക്ട്സിൽ ധ്യാനിക്കാതെ ആര് കാത്തു സൂക്ഷിക്കണം? ആരുടെ ഡ്യൂട്ടിയാണത്? മനസ്സ് അത് സൂക്ഷിക്കണം. അതായത് നമ്മളുടെ ഇന്ദ്രിയങ്ങള് ഭൗതിക തലത്തിലുള്ള ഇന്ദ്രിയ വിഷയങ്ങളിൽ ഏർപ്പെട്ടാൽ നമ്മൾക്ക് അധോഗതിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ആത്മീയ തലത്തിലുള്ള കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യുക എന്നുള്ളത് മനസ്സിന്റെ ഡ്യൂട്ടിയാണ്, മനസ്സിന്റെ കാര്യമാണ്. അപ്പൊ ആ മനസ്സിനെ ആരാണ് കൺട്രോൾ ചെയ്യേണ്ടത്? ബുദ്ധിയാണ് ഡിസ്ക്രിമിനേറ്റീവ് പവർ. ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്നത്
എന്ത് ശരി എന്ത് തെറ്റ്, എന്ത് നല്ലത് എന്ത് ചീത്ത എന്നുള്ള ആ ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്നത് ബുദ്ധിയാണ്. അപ്പൊ അവിടെ ബുദ്ധി മൈൻഡിനെ കൺട്രോൾ ചെയ്യണം, മൈൻഡ് സെൻസസിനെ കൺട്രോൾ ചെയ്യണം. അപ്പൊ ബുദ്ധിക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുദ്ധി വളരെ ഷാർപ്പായിരിക്കണം. ഇപ്പൊ നമ്മളൊരു പെൻസിലുണ്ട്, ഓക്കെ, അതിനെ ഷാർപ്പൺ ചെയ്യണം. അതിനെന്താണ് നമ്മൾ ഉപയോഗിക്കുക? പെൻസിൽ ഷാർപ്പനർ അല്ലേ? ഷാർപ്പർ. അപ്പൊ അതിനെ നമ്മൾ നന്നായിട്ട് ഷാർപ്പൺ ചെയ്തെടുക്കും, നല്ല നല്ല മനയായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ നമ്മുടെ ബുദ്ധിയെ എങ്ങനെ നമ്മൾ ഷാർപ്പൺ ചെയ്യാം? നാമജപം. നാമജപം കൊണ്ട് ബുദ്ധിയല്ല ഷാർപ്പൺ ചെയ്യുന്നത്. അത് ആത്മാ പരിശുദ്ധമാകാനാണ്. എന്താ പറഞ്ഞ? എന്തുകൊണ്ടാണ് നമ്മൾ ശ്രവണം കൊണ്ട് അല്ലേ പ്രഭുജി ബുദ്ധി? അല്ല, സ്വാധ്യായം. ഭഗവത്ഗീത, ഭാഗവതം എന്നീ തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ നമ്മളുടെ ബുദ്ധി ഷാർപ്പണം. നാമജപം കൊണ്ട് നമ്മൾ എന്താണ് ഷാർപ്പൺ ചെയ്യുക? എന്തിനാണ്? ലോപങ്ങളെല്ലാം പോകും അല്ലെ പ്രഭുജി? അല്ല, കാമക്രോധ ലോപാദികളെല്ലാം ഒഴിഞ്ഞ് ബുദ്ധിയെ ഷാർപ്പൺ ചെയ്യണമെങ്കിൽ നമ്മള് വേദഗ്രന്ഥങ്ങൾ പഠിക്കണം, ഭഗവത്ഗീത, ഭാഗവതം ഇത്യാദി. അതേപോലെ നമ്മളുടെ നാമജപം കൊണ്ട് എന്തിനാണ് ഷാർപ്പൺ ചെയ്യുക? എന്തിനാണ്? ഇന്ദ്രിയ വിഷയങ്ങൾ, മനസ്സ്, മന്ത്ര. മനസ്സിലാണല്ലോ ഈ കാമക്രോധാദികളെല്ലാം ഇരിക്കുന്നത് അല്ലെ പ്രഭുജി? മനസ്സിനെ നമുക്ക് ലിബറേറ്റ് ചെയ്യണമെങ്കിൽ, അതിനെ പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ മന്ത്രം ചെല്ലണം. മന ഇതി താഹ്യതേ മന്ത്ര. നമ്മളുടെ ഭക്ഷണം പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രസാദം. ഭഗവാൻ അർപ്പണം ചെയ്യണം അല്ലേ? ഇതിനൊക്കെ പ്യൂരിഫൈ ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ്. നമ്മൾ അധ്വാനിച്ചെടുക്കുന്ന പൈസ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എന്തെങ്കിലും പാപകർമ്മങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള പൈസ ആയിരിക്കും. നമ്മൾ അധ്വാനിച്ച് കിട്ടുന്ന പൈസ, ശമ്പളമാണ്, ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു, ഓക്കെ, ബാങ്കിൽ ജോലി ചെയ്യുന്നു, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു, ഹോട്ടലിൽ ജോലി ചെയ്യുന്നു, അവിടെ ജോലി ചെയ്യുന്നു, എവിടെ ജോലി ചെയ്താലും ശരി, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നമ്മുടെ പണം സ്റ്റെയിൻഡ് വിത്ത് സിൻഫുൾ ആക്ടിവിറ്റീസ്. എന്തെങ്കിലും പാപകർമ്മങ്ങളിൽ ഏർപ്പെട്ട് കിട്ടുന്ന പൈസ ആയിരിക്കും, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, എവിടെ ജോലി ചെയ്താലും ശരി. അപ്പൊ അതും പ്യൂർ അല്ല. അപ്പൊ അതിനെ പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് ദാനം ചെയ്യണം, എസ്പെഷ്യലി ഡിവോഷണൽ ആക്ടിവിറ്റി ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത്, ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് എ സിൻസിയർ പേഴ്സൺ ട്രൈസ് ടു കൺട്രോൾ ദ ആക്റ്റീവ് സെൻസസ്. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങള് എങ്ങനെയാണ്? ഒരു രഥത്തിലെ 5 കുതിരകളെ പോലെയാണ് ഉപനിഷത്തിൽ പറയുന്നത്. ഓക്കെ, ഒരു രഥത്തില് 5 ഇന്ദ്രിയങ്ങളുണ്ട്. ആ 5 ഇന്ദ്രിയങ്ങളെ കയറില്ലാണ്ട് നമ്മൾ അഴിച്ചു വിട്ടാൽ എങ്ങനെയായിരിക്കും? 5 ഡയറക്ഷനിൽ അത് ഓടും അല്ലേ? അതിനെ കണിഞ്ഞാണില്ലാത്ത കുതിരകളാണെങ്കിൽ അത് 5 ഡയറക്ഷൻ, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തോ ആക്സിഡന്റ് ആവും അല്ലെ? അതേപോലെ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ അഴിച്ചു വിട്ടാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യണം, റെഗുലേറ്റ് ചെയ്യണം. അതിനാണ് മനസ്സ്. ആ മനസ്സിന്റെ ഡ്യൂട്ടിയാണ് ഈ സെൻസസിനെ കൺട്രോൾ ചെയ്യാന്നുള്ളത്. അല്ലെങ്കിൽ 5 കുതിരകളെ അഴിച്ചുവിട്ട പോലെ ആയിരിക്കും. ഒരു രഥത്തിലെ 5 കുതിരകളെ കടിഞ്ഞാണില്ലാണ്ട് നമ്മൾ ഓടിക്കാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അതേപോലെ ആയിരിക്കും. ആൻഡ് ബിഗിൻസ് കർമ്മയോഗ ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് വിതൗട്ട് അറ്റാച്ച്മെന്റ്. ആസക്തി ഇല്ലാതെ, ഇന്ദ്രിയ വിഷയങ്ങളിൽ ആസക്തി ഇല്ലാതെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. ഓക്കെ, കമ്പയർഡ്, അതായത് ഇതിന്റെ മുന്നത്തെ ശ്ലോകത്തിന്റെ ആ കമ്പാരിസൺ ആണ് ഇവിടെ പറയുന്നത്. നമ്മൾ പറയുന്നില്ലേ, വൺ ഹു റിസ്ട്രെയിൻസ്. നമ്മൾ ആർട്ടിഫിഷ്യലി നമ്മളുടെ ഇന്ദ്രിയങ്ങളെ അധീനത്തിൽ കൊണ്ടുവരാൻ നോക്കാണ്ട് അതിനെ വേറെ ഹയർ ടേസ്റ്റിൽ എൻഗേജ് ചെയ്യാതെ നമ്മൾ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ നമ്മൾ പ്രിറ്റൻഡ് ചെയ്യാണ് ഒരു ഭക്തനായിട്ട് എന്ന്. അതിനേക്കാളും എത്രയോ നല്ലതാണ് ഇവിടെ പറയുന്നത്,
അതായത് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നമ്മുടെ മനസ്സുകൊണ്ട് കൺട്രോൾ ചെയ്യുക, ആസക്തി ഇല്ലാതെ, അത് എത്രയോ മെച്ചപ്പെട്ടതാണ് എന്ന് പറയുന്നു. So instead of becoming a pseudo transcendentalist for the sake of wanton living and sense enjoyment, it is far better to remain in one's own business and execute the purpose of life, which is to get free from material bondage and enter into the kingdom of God. So പ്രഭുപാദയുടെ പർപ്പോട്ടിൽ പറയുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ബിക്കമിങ് സ്യൂഡോ ട്രാൻസെൻഡന്റൽ. എന്താ സ്യൂഡോ ട്രാൻസെൻഡന്റലിസ്റ്റ് പറഞ്ഞാൽ? എന്താണ് അതിനർത്ഥം? മലയാളത്തിൽ നിങ്ങളുടെ ബുക്കിൽ നോക്കൂ, എന്താണ് എഴുതിയിരിക്കുന്നത്? ഏതാ വേർഡ് പ്രഭുജി? സ്യൂഡോ. സ്യൂഡോ അതായത് പ്രിറ്റൻഡ്. അതിൽ മലയാളത്തിൽ എന്താണ് വാക്ക് കൊടുത്തിരിക്കുന്നത്? കപടവേഷധാരി ആണോ പ്രഭുജി? കപട വേഷം. കപടവേഷധാരി. അതാണ് സ്യൂഡോ എന്ന് പറഞ്ഞാൽ. പ്രിറ്റൻഡ് അഭിനയം, ശരിക്കുള്ളതല്ല. നമ്മൾ ഡ്രാമയ്ക്ക് അഭിനയിക്കില്ലേ? ഫോർ എക്സാമ്പിൾ, ഒരാള് ആക്ച്വലി ശരിക്കും ലൈഫിലെ ഡോക്ടറാണ്, അയാളൊരു കള്ളനായിട്ട് ആക്ട് ചെയ്യാണ് സ്റ്റേജില്. പ്രിറ്റൻഡ് ചെയ്യാണ് ഞാൻ കള്ളനാണ്, പക്ഷെ അയാൾ ആക്ച്വലി കള്ളനല്ല, അയാൾ ഡോക്ടറാണ് ഇവിടെ, അല്ലെ, ശരിക്കുള്ള ജീവിതത്തില്. അതേപോലെ ഒരു നാടകത്തിൽ അഭിനയിക്കുന്ന പോലെ നമ്മള് ഒരു ഭക്തനായിട്ട് അഭിനയിക്കുകയാണ്, കപട വേഷധാരി. എന്തിനാണ്? ഫോർ ദ സേക്ക് ഓഫ് ലിവിങ് ആൻഡ് സെൻസ്, നമ്മുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്, നമ്മളുടെ ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഫാർ ബെറ്റർ ടു റിമെയിൻ ഇൻ വൺസ് ഓൺ ബിസിനസ് ആൻഡ് എക്സിക്യൂട്ട് ദ പർപ്പസ് ഓഫ് ഇറ്റ്. അപ്പൊ അതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മളുടെ എന്താണോ ഓക്യുപ്പേഷൻ, അതായത് നമ്മുടെ ബിസിനസ് എന്താണ്, ഏത് വർണ്ണത്തിലാണോ ഏത് ആശ്രമത്തിലാണോ നമ്മൾ നിൽക്കുന്നത്, അതിനനുസരിച്ച് നമ്മൾ ജീവിക്കാം. അങ്ങനെ ജീവിച്ചാൽ ഫ്രീ ഫ്രം മെറ്റീരിയൽ ബോണ്ടേജ്, നമ്മളെ ഈ കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടും. എന്താണ്? കർമ്മബന്ധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. എന്നിട്ട് ഭഗവത് ധാമിലേക്ക് പോകാനുള്ള അവസരം ഭഗവാൻ തന്നെ ഒരുക്കി തരും. അപ്പൊ നമ്മൾ ഏത് വർണ്ണത്തിലാണോ ഏത് ആശ്രമത്തിലാണോ നിൽക്കുന്നത് അതിനനുസരിച്ച് ജീവിച്ചാൽ മതി. നമ്മള് ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. കപട വേഷധാരി ആയിട്ട് നമ്മൾ അഭിനയിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അങ്ങനത്തെ നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് ഒരുപാട് സ്യൂഡോ ട്രാൻസെൻഡന്റലിസ്റ്റ്, കപട വേഷക്കാരെ കാണാം. സഹജിയാസ് ഇവരാണോ പ്രഭുജി? സഹജിയാസ് എന്ന് പറയില്ലേ പ്രഭുജി? സഹജിയാസ് വേറൊരു ഗ്രൂപ്പാണ്. അതായത് അവരുടെ വിംസിക്കൽ ചെയ്യുന്ന ആൾക്കാരാണ്. അതും അവര് ഡിവോട്ടീസ് ആണ്, പക്ഷെ അങ്ങനെ ഒരു പ്യൂർ ഡിവോട്ടീസ് അല്ല. ഇത് അങ്ങനെയല്ല, ഇത് പ്രിറ്റൻഡേഴ്സ് ആണ്. അഭിനയം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരുപാട് അങ്ങനെ കാഷായ വസ്ത്രം ഇട്ടിട്ടുള്ള സ്വാമിജിമാരെ കാണാം. ഭഗവത്ഗീതയും ഭാഗവതമൊക്കെ പറയും, പക്ഷെ അതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭഗവത്ഗീതയെ പറ്റിയിട്ട് നല്ല നല്ല ശ്ലോകങ്ങൾ പറയും, നന്നായിട്ട് സംസാരിക്കും, നല്ല സിദ്ധാന്തങ്ങൾ പറയും. പക്ഷെ വൈകുന്നേരമായാൽ അദ്ദേഹം ഇവിടുന്ന് മദ്യ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണാം, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്നത് കാണാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാടില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കാണാം. ഇതെന്താണ്? ഇവരാണ് കപട വേഷധാരി എന്ന് പറയുന്നത്, സ്യൂഡോ ട്രാൻസെൻഡന്റലിസ്റ്റ് വരുന്നത്. ഇവരെ നമ്മൾ സൂക്ഷിക്കണം. ഇവരുടെ സംഘം ചേർന്നാൽ നമ്മളും അതുപോലെ ആയിത്തരും. അപ്പൊ നമ്മൾ ബോണഫൈഡ് ആയിട്ടുള്ള ശുദ്ധ ഭക്തന്മാരുടെ സംഘത്തിൽ മാത്രമേ പോകാൻ പാടുള്ളൂ, അല്ലെ? അതാണ് നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. ദ പ്രൈം സ്വാർത്ഥഗതി ഓർ ഗോൾ ഓഫ് സെൽഫ് ഇൻട്രസ്റ്റ് ഈസ് ടു റീച്ച് വിഷ്ണു. അപ്പൊ നമ്മളുടെ ഈ മനുഷ്യ ജന്മത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഭഗവത് ധാമിലേക്ക് പോവുക, ഭഗവാൻ വിഷ്ണുവിന്റെ പാതാരവിന്ദത്തിലേക്ക് പോവുക എന്നുള്ളത്. ടു അറ്റൈൻ ദ ലോട്ടസ് ഫീറ്റ് ഓഫ് സുപ്രീം ലോർഡ് വിഷ്ണു. അതാണ് നമ്മുടെ ഈ മനുഷ്യ ജന്മത്തിന്റെ ഉദ്ദേശം. ദ ഹോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് വർണ്ണ ആൻഡ് ആശ്രമ is designed to help us to reach this goal of life. അപ്പൊ എന്തുകൊണ്ടാണ് ഭഗവാൻ ഈ വർണ്ണാശ്രമ ധർമ്മം സൃഷ്ടിച്ചിരിക്കുന്നത്? അതിന്റെ ഉദ്ദേശം തന്നെ നമ്മളെ അൾട്ടിമേറ്റ്ലി ടു റീച്ച് ദ സുപ്രീം അബോർഡ് ഓഫ് ലോർഡ് വിഷ്ണു, നമ്മളുടെ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്. എ ഹൗസ് ഹോൾഡർ can also reach this destination by regulated service in Krishna consciousness. അപ്പോൾ ഇതിന് ഇന്ന വർണ്ണത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ, അല്ലെങ്കിൽ ഇന്ന ആശ്രമത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് സാധിക്കുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ആർക്ക് വേണം. ഇപ്പോൾ ശൂദ്രനാലും ശരി, what do you call
വൈശ്യ ബ്രാഹ്മണനായാലും ശരി, ക്ഷത്രിയായാലും ശരി, അല്ലെങ്കിൽ വൈശ്യ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. മറ്റത് ബ്രഹ്മചാരി, ഗൃഹസ്ഥ, ബ്രഹ്മചാരി, വാനപ്രസ്ഥം. ഗൃഹസ്ഥം, ഏത് വർണ്ണം, സന്യാസി. ഏത് ആശ്രമം, യാതൊരു പ്രശ്നമില്ല. അപ്പൊ അതേ വർണ്ണത്തിലിരുന്ന് നമ്മളിപ്പോ ഞാൻ ഗൃഹസ്ഥാശ്രമത്തിലാണെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ എനിക്ക് സാധിച്ചെടുക്കാം. ഇപ്പൊ വേറൊരാള് ബ്രഹ്മചര്യ ആശ്രമത്തിലാണെങ്കിൽ ആ ബ്രഹ്മചര്യ ആശ്രമത്തിൽ ഇരുന്നിട്ട് അവർക്ക് ഇത് നേടിയെടുക്കാൻ പറ്റും. നമ്മൾ അതൊന്നും മാറേണ്ട ആവശ്യമില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഏതൊരു വർണ്ണത്തിലാണെങ്കിലും ശരി നമുക്ക് ഈ ഗോൾ ഓഫ് ലൈഫ് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ എ ഹൗസ് ഹോൾഡർ ക്യാൻ ആൾസോ റീച്ച് ഗൃഹസ്ഥാശ്രമം ഈ ഡെസ്റ്റിനേഷൻ ഭഗവദ്ധാം. എങ്ങനെ? ബൈ റെഗുലേറ്റഡ് സർവീസ് ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ്. ലൈഫ് റെഗുലേറ്റ് ചെയ്യണം, ഡിസിപ്ലിൻ ചെയ്യണം. നമ്മൾ ജീവിക്കാൻ പാടില്ല. എന്താണോ നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഭഗവത്ഗീത എന്ത് സിദ്ധാന്തമാണോ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് അത് പ്രകാരം നമ്മൾ ജീവിക്കണം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഗ്രന്ഥങ്ങൾ ഭഗവത്ഗീത, ഭാഗവതം, ഈ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ലൈഫിനെ റെഗുലേറ്റ് ചെയ്തിട്ട് ഒരു സത്വഗുണത്തിലുള്ള ലൈഫ് നമ്മൾ ജീവിക്കണം. തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിൽ നിന്നും ഉയർന്ന് സത്വഗുണത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഭഗവാന്റെ ആ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. തമോ ഗുണത്തിലുള്ള ഒരു വ്യക്തിക്ക് ഭഗവാനെ പറ്റി പറഞ്ഞു കൊടുത്താൽ ഒന്നും തലയിൽ കയറില്ല. അത് പോത്തിന്റെ ചെവിട്ടില് വേദം ഊതി കൊടുക്കുന്ന പോലെ ഇരിക്കും അല്ലേ? രജോ ഗുണത്തിൽ മാത്രമാണ് അത് തുടങ്ങുന്നത്. അതായത് ഭഗവാനെ പറ്റി മനസ്സിലാക്കാനുള്ള ആ ഒരു ഇത് തുടങ്ങുന്നത്. സത്വഗുണത്തിലുള്ള ആൾക്കാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലേക്കും രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്കും നമ്മളെ ട്രാൻസെൻഡ് ചെയ്യണം. അതായത് ഏത് ഗുണത്തിലാണ് നമ്മൾ നിൽക്കുന്ന, ഏത് ഗുണത്തിലായും കുഴപ്പമില്ല. പക്ഷെ ഈ ഭഗവത്ഗീതയും ഭാഗവതം ഇതെല്ലാം വായിച്ച് ഭക്തന്മാരുടെ സംഘം ചേർന്ന് സീനിയർ ഡിവോട്ടീസ് എല്ലാം പറഞ്ഞു കേട്ട് അവരുടെ അസോസിയേഷനിൽ നമ്മൾ പതുക്കെ പതുക്കെ പ്രോഗ്രസ് ചെയ്തിട്ട് സത്വഗുണത്തിലേക്ക് വന്നാൽ നമുക്കിതെല്ലാം ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഇതെല്ലാം തലയുടെ മീതെ കൊടുക്കും, എന്ത് പറഞ്ഞും കാര്യമില്ല. അപ്പൊ നമ്മൾ ഡിറ്റർമിനേഷൻ ഉണ്ടാവണം. എനിക്ക് പ്രോഗ്രസ് വരണം, എനിക്ക് ഇതിനെപ്പറ്റി അറിയണം, എനിക്കൊരു നല്ല ജീവിതം നയിക്കണം, എനിക്ക് ഇനി ഒരു ജന്മം വേണ്ട, എനിക്ക് ഭഗവദ്ധാമിന് പോകണം. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി അത് പ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഏത് ഗുണത്തിലായാലും ശരി നമ്മൾ പതുക്കെ പതുക്കെ സത്വഗുണത്തിലേക്ക് വരാൻ പറ്റും. For self-realization, one can live a controlled life as prescribed in the Shastras and continue carrying out his business without attachment and in that way make progress. അപ്പൊ എന്താ സെൽഫ് റിയലൈസേഷൻ പറഞ്ഞാൽ? ഈശ്വര സാക്ഷാത്കാരം. അപ്പൊ ഈശ്വര സാക്ഷാത്കാരത്തിന് തന്നിരിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സരളമായിട്ടുള്ള ആ ഒരു മെത്തേഡാണ് എന്ത്? ഇന്ന് കലികാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സരളമായിട്ടുള്ള മെത്തേഡാണ് നാമസങ്കീർത്തനം. ഇത് ശാസ്ത്രത്തില് എല്ലാ ശാസ്ത്രങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട്. കലികാലത്തിൽ ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ നാമസങ്കീർത്തനമാണ്. ഭഗവാന്റെ ബാക്കിയുള്ള പ്രോസസ്സൊന്നും നടക്കില്ല ഇന്നത്തെ കാലത്ത്. അപ്പൊ ആ നാമസങ്കീർത്തനത്തിൽ കൂടെ നമ്മളുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും എല്ലാം ശുദ്ധീകരിച്ച് നമുക്ക് ശുദ്ധമായിട്ടുള്ള ഭക്തിയുത സേവനം ചെയ്തിട്ട് യാതൊരു ആസക്തിയില്ലാതെ നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റും. സോ എ സിൻസിയർ പേഴ്സൺ who follows this method is far better situated than the false pretender who adopts show-bottle spiritualism to cheat the innocent public. പ്രഭുപാദ ബ്യൂട്ടിഫുൾ ഒരു ഫ്രേസാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഷോ ബോട്ടിൽ സ്പിരിച്വലിസം. എന്താണ് ഷോ ബോട്ടിൽ? ഷോ ബോട്ടിൽ സ്പിരിച്വലിസം എന്താണ്? എന്താണ് അർത്ഥം? നല്ല പാക്കിംഗ്, അതായത് the same old wine in the new bottle. The same old wine. കാണാൻ മാത്രമായിട്ട് തൂക്കിയിടുക എന്ന് പറയില്ലേ പ്രഭുജി? അതുപോലെ നമ്മുടെ ഇന്നത്തെ കാലത്ത് എല്ലാം ഷോ ബിസിനസ് ആണ്, അല്ല പാക്കേജിങ്ങിലാണ്. അതിന്റെ ഉള്ളിൽ എന്താണ് നമുക്കറിയില്ല. അപ്പൊ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊണ്ടുവരാണ്, ആ ഗിഫ്റ്റ് നന്നായി പാക്ക് ചെയ്താവോ
പക്ഷെ അതിന്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് തുറന്നു നോക്കുമ്പോൾ അറിയുള്ളൂ. അതേപോലെ നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥം ഓക്കെ നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ നമുക്ക് വാങ്ങുന്നു, പക്ഷെ അതിന്റെ ഉള്ളിലെ സാധനം യൂസ്ലെസ് ആയിരിക്കും. അപ്പൊ ആ ഒരു ഷോ ബോട്ടിൽ ബിസിനസ് ആണ് ഇന്നത്തെ കാലത്തെ സാധുക്കള് ചെയ്യുന്നത്. ശരിക്കുള്ള കപട സന്യാസിമാരാണ് കൂടുതൽ, ശരിക്കുള്ള സന്യാസിമാര് കുറവാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം അങ്ങനത്തെ ആൾക്കാരെ. ഫോൾസ് പ്രിറ്റൻഡർ ആണ്, കപട വേഷധാരികളാണ് ഇവരെല്ലാം. അവരെ അകറ്റി നിർത്തണം. അവരുടെ അസോസിയേഷനിൽ നമ്മൾ വരാൻ പാടില്ല. അവർ നമ്മളെ വഞ്ചിക്കും, നമ്മളെ കുരുക്കിലിടും. പിന്നെ ആ കുരുക്കിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ ബുദ്ധിമുട്ടാണ്. ചീറ്റ് ദ ഇന്നസെന്റ് പബ്ലിക്. ഇത് അറിയാത്ത ആൾക്കാരെ പെട്ടെന്ന് ഓക്കെ എൻ്റെ അടുത്ത് വരൂ, എനിക്കൊരു 100 രൂപ തരൂ, ഞാനൊരു മന്ത്രം പറഞ്ഞുതരാം, ഈ മന്ത്രം ഡെയിലി ചെല്ലിയ 41 ചെല്ലിയ നിങ്ങൾക്ക് ഇന്ന കാര്യം സാധിക്കും അല്ലേ, ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഈ ഹോമം ചെയ്യുക, ആ ഹോമം ചെയ്യുക, ഇത്ര പൈസ ചിലവാക്കുക ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ സാധിക്കും. ഇതെല്ലാം എന്താണ്, വെറും കച്ചവടം മാത്രമാണ്, പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരുടെ ആ കുടുക്കിൽ പെടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഒരുപാട് കലിയുഗത്തില് ഇത് നമ്മുടെ മഴക്കാലത്ത് വരുന്ന ഈ പാറ്റകളില്ലേ, അതേപോലെയാണ്. ഒരുപാട് ഈ മഴക്കാലത്ത് എസ്പെഷ്യലി കുറെ പാറ്റകൾ വരില്ലേ, അതേപോലെ ഈ കലികാലത്ത് അങ്ങനെ ഒരുപാടുണ്ട്. അപ്പൊ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ആരോട് കൂട്ടം കൂടണം, ആരോട് കൂട്ടം കൂടാൻ പാടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ചതിക്കപ്പെടും എന്നാണ് ഒരു അഡ്വാൻസ് വാർണിംഗ് ആണ് പ്രഭുപാദ നമുക്ക് ഈ പർപ്പോട്ടിൽ പറഞ്ഞു തരുന്നത്. ഷോ ബോട്ടിൽ സ്പിരിച്വലിസം ടു ചീറ്റ് ദ ഇന്നസെന്റ് പബ്ലിക്. എ സിൻസിയർ സ്വീപ്പർ in the street is far better than the charlatan meditator who meditates only for the sake of making a living. So beautiful അല്ലേ എന്താണ് പ്രഭുപാദ. അത് ശരിക്ക് ഒരു സ്ട്രീറ്റിലെ ഒരു തൂപ്പുകാരൻ, സ്വീപ്പർ, അയാൾ എത്രയോ നല്ലതാണ് എങ്ങനത്തെ ഏതാളെക്കാളും ചാർലട്ടൻ മെഡിറ്റേറ്റർ. അതായത് പബ്ലിക്കിന്റെ അറ്റൻഷൻ പിടിച്ച് പറ്റാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ, യോഗ പ്രാക്ടീസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ട്, വയറ്റ് പഴുപ്പിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരാളെക്കാട്ടിലും എത്രയോ നല്ലതാണ് ഒരു സ്ട്രീറ്റ് സ്വീപ്പർ, ഒരു തൂപ്പുകാരൻ സ്ട്രീറ്റിലുള്ള എന്നാണ് പറയുന്നത്. നമ്മൾ ഷോ ഓഫ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതിന്റെ ലാസ്റ്റ് ഈ സിൻസിയർ സ്വീപ്പർ എന്താണ് മലയാളത്തില് അതിന്റെ ആ ഒരു തർജ്ജമ ചെയ്തിരിക്കുന്ന അതിന്റെ പ്രഭുജി, ജ്ഞാനാദികള് ഒരു ജീവനോപായം മാത്രമായി കരുതുന്ന കപട വേഷധാരിയായ ഒരാളെക്കാൾ എത്രയോ നല്ലവനാണ് മനസാക്ഷിയോട് തെരുവ് തൂക്കുന്ന ഒരു തൂക്കുകാരൻ. ജ്ഞാനാദികള് ജീവനോപായം, ജീവിതമാർഗം മാത്രം കണ്ടിട്ട് മറ്റുള്ളവരെ ചതിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇവിടെ ഒരു സിൻസിയർ ആയിട്ട് അദ്ദേഹത്തിന്റെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ് സ്വീപ്പർ. ഓക്കെ, അപ്പൊ അയാള് എത്രയോ നല്ലതാണ് ഇങ്ങനെ കപട വേഷധാരിയായിട്ടുള്ള ഒരു യോഗിയെക്കാട്ടിലും എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വയറ്റ് പഴുപ്പിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ചീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. ഒരു 10 മിനിറ്റ് നേരത്തെ നിർത്തുകയാണ്, കാരണം 8:30 മണിക്ക് ഒരു ക്ലാസ് ഉണ്ട്, ഒരു ചാൻഡിങ് സെഷൻ ഉണ്ട് ഗുരുമഹാരാജിന് വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ നിർത്തുകയാണ്. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो नमो नमः। अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय।